ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്കായിട്ടാണ് കേട്ടോ. ഈസിയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ നമ്മളൊരു ലീഫ് പാറ്റേൺ മാത്രമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മൾ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വീഡിയോസ് ചെയ്യണത് ഒരു ട്യൂട്ടോറിയൽ മാത്രമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഔട്ട്ലുക്ക് ഒന്നും നമ്മൾ ചെയ്യുന്നതിൻ്റേത് കാണിക്കാത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടതെന്ന് ചില പാറ്റേണും ഡിസൈനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫൈനൽ ലുക്കൊന്നും കാണിക്കാത്തതും അതേപോലെ തന്നെ നമ്മൾ വേറെ ആൾക്കാരുടെ പിക്ചേഴ്സ് എടുത്തിട്ട് തമ്പനയിലാക്കുന്നതും. അപ്പം എൻ്റെ വീഡിയോസിന് വന്നൊരു കമൻറ്റാണ് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫേക്ക് എന്ന് പറഞ്ഞാൽ മൂൺ ഗോഡസിൻ്റെ ഒരു ഡിസൈൻ ചെയ്തപ്പോഴായിരുന്നു ആ ഒരു കമൻറ്റ് ഞാൻ കണ്ടത്. വേറെ മൂൺ ഗോഡസിൻ്റെ ഡിസൈനിൽ ആ ഒരു സെയിം കമൻറ്റ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂൺ ഗോഡസിൻ്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേൺ എടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്യണമെന്നാണല്ലോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, മൂൺ ഗോഡസിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡിസൈൻ തുടങ്ങുമ്പോൾ തന്നെ പറയാറുണ്ട് അവരുടെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോണേന്ന്. അപ്പോൾ വീഡിയോ കാണാണ്ട് അല്ലെങ്കിൽ തുടക്കമൊക്കെ വീഡിയോ കാണാണ്ട് വന്ന് ഇതുപോലെ കമൻറ്റ് ദയവ് ചെയ്ത് ഇടരുത്. അപ്പോൾ അത് ഞാൻ ഒന്ന് ആദ്യമേ തന്നെ വീഡിയോയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വരച്ചെടുത്തേക്കണേ. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലീഫ് പാറ്റേൺ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു 3 ലെയറായിട്ട് ഇതുപോലെ 3 എണ്ണമായിട്ടേ ചെയ്തിട്ടുള്ളൂ. അതിന് ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ ബീഡ്സും വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ലീഫ് പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ അതിന് ഇടയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ബീഡ് ഞാനിപ്പോൾ റൗണ്ട് ഗോൾഡൻ ബീഡാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ക്ലോത്തിൻ്റെ അതേ ബീഡ് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിവിടെ ഞാൻ പറഞ്ഞ പോലെ ലീഫ് പാറ്റേൺ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നമ്മൾ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണോ നമ്മൾ ത്രെഡ് കൊണ്ട് ചെയ്യുക ആ ഒരു രീതിയിലാണ് ബീഡ്സ് കൊണ്ട് ഇവിടെ ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലെങ്തിലൊരു ലീഫാണ് കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും മേളിൽ ടോപ്പിൽ നിന്ന് സെൻറ്ററിൽ ഇതുപോലെ 2 ബീഡ്സ് വെച്ചിട്ടൊന്ന് കോർത്ത് കൊടുക്കുക. നമ്മൾ കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. 2 ബീഡ്സാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ 3 ബീഡ് വെച്ച് കൊടുക്കാം. 2 ബീഡ് തന്നെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഏതാ ഭംഗിയെന്ന്, എന്നിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ 2 സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ സെൻറ്ററിലേക്ക് കുത്തി കൊടുത്ത് ലാസ്റ്റ് വരെ ചെയ്യുകയാണ് ചെയ്യണത്. ഇതേ രീതിയിൽ നമ്മൾ മുൻപും വീഡിയോസ് ചെയ്തിട്ടുള്ളതാണല്ലേ. നമ്മൾ ലീഫ് പാറ്റേൺ ത്രെഡ് കൊണ്ട് അല്ലാത്ത ബീഡ്സ് കൊണ്ട് 2-3 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു രീതിയാണ് ഇതും. അപ്പോൾ ഇതിന് നമുക്ക് വരുന്നൊരു വ്യത്യാസം ലീഫിന് കുറച്ച് ലെങ്ത് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്തിനനുസരിച്ച് നമ്മൾ താഴെ വരെ ഇതേ രീതിയിൽ 2 സൈഡുകളിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സെൻറ്ററിലധികം ഗ്യാപ്പ് വരാതിരിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ അത് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഞാൻ പറഞ്ഞ പോലെ നെക്കിൽ നിന്ന് യോക്കിലേക്ക് വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ 3 ലെയറുകളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സെൻറ്ററിൽ നിന്നും പിന്നെ 2 സൈഡുകളിൽ നിന്നൊക്കെ താഴേക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ ബീഡ്സ് വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ആ ഒരു ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഇല്ല, ഞാൻ ഉടനെ തന്നെ അത് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിക്കാമോ എന്ന്. മെഷീൻ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതുപോലെ ബീഡ്സ് വെക്കാനായിട്ട്. നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും, ഒരിക്കലും വിട്ടു പോകത്തുമില്ല. അപ്പോൾ ഇതേ രീതിക്കാണ് നമ്മൾ ലീഫ് പാറ്റേൺ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസിൽ ഇൻ കേസ് ഞാൻ ചെയ്യുന്നത് മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതും പ്രത്യേകം ചോദിക്കാൻ മറന്നുപോയത്. നിങ്ങൾ ആരും ഒരു കാര്യം വീഡിയോസിൽ കമൻറ്റായിട്ട് ചോദിച്ച് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ആ ഒരു റെസ്പോൺസ് വരാത്തത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ അറിയത്തില്ലാത്തതെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഒന്നും മറക്കാണ്ട് അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു ബീഡ്സ് കൂടെ അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി എല്ലാം എങ്കിൽ കൂടി നിങ്ങളത് കമൻസ് ആയിട്ട് ദയവ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീസിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഇതുപോലെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതേപോലെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ എടുത്തു പറയുകയാണ്, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.